ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ ആഴ്ച മൾട്ടി ഇയർ ഹൈ, അതായത് ആൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്സുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് മാൻസി ഫിനാൻസ് ചെന്നൈ ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് ആൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കാണാൻ സാധിക്കും, മുമ്പ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് നല്ലൊരു വോള്യത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് ഇപ്പോൾ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവൽ മുതൽ ഇപ്പോൾ ബൈ ആണ്. ഈ ഒരു ലെവൽ മുതൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ വരെ ബൈ ആണ്. അപ്പോൾ ഈ സ്റ്റോക്സൊക്കെ ഒന്ന് റീട്രേസ് ചെയ്ത് താഴെ വരുമ്പോൾ നമുക്ക് ബൈ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്സാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് കൂടെ ഒക്കെ വന്ന് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതൊരു പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സ് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ സിംഗ് ലോ നോക്കാം. നമുക്ക് ഈ ഒരു സിംഗ് ലോ എടുക്കാവുന്നതാണ്. ഈ ഒരു സിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് പോലെ എടുക്കാം. അത് നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് റിട്രേസ് ചെയ്ത് ഈ ഒരു ലെവലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. മൻസി ഫിനാൻസ് ചെന്നൈ ലിമിറ്റഡ്, അടുത്ത് ഡോളറ്റ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും. മുമ്പ് ഈ ഒരു റെസിസ്റ്റൻസോടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഫെയിലായി, വീണ്ടും നല്ല രീതിയിൽ അവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഇപ്പോൾ ഒരു ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ലെവൽ മുതൽ നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട് ലെവൽ വരെ ബൈ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സിംഗ് ലോ മുതൽ നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട് ലെവൽ വരെ മെഷർ ചെയ്യാം. അതിനുശേഷം അത്രയും പോയിൻ്റ് തന്നെ മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് IITയിലാണ്, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ലിമിറ്റഡ്. അപ്പോൾ അതും ഓൾ ടൈം ഹൈ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് നല്ല വോളിയം കയറി വരുന്നുണ്ട് ഈ സ്റ്റോക്സിൽ. അപ്പോൾ ഇതും ഒരു പുതിയ ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് മുതൽ ബൈ ആണ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ലെവൽ മുതൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ വരെ ഒന്ന് മെഷർ ചെയ്യണം. അതിനുശേഷം ഇത്രയും ലെവൽ തന്നെ നമുക്ക് മുകളിലേക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടാർഗറ്റ് കാണാം. ഇത്രയും പോലെ ടാർഗറ്റാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ഇൻഡോതായ് സെക്യൂരിറ്റീസ് ആണ്. അതും ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് നല്ല വോള്യത്തിൽ തന്നെയാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് റീട്രേസ് ചെയ്ത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലൊക്കെ വരാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ടാർഗറ്റായിട്ട് വന്നിരിക്കുന്നത് റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ എന്ന് പറഞ്ഞാൽ ഈ സിംഗ് ലോ മുതൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് ലെവൽ വരെ ഒന്ന് മാർക്ക് ചെയ്യുക, മെഷർ ചെയ്യുക. അതിനുശേഷം ആ ലെവൽ തന്നെ മുകളിലേക്ക് വയ്ക്കാൻ നോക്കാം, മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ ടാർഗറ്റായിട്ട് വരും. അപ്പോൾ ഏകദേശം 1779 ഒക്കെ ടാർഗറ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോക്സാണ് ഇൻഡോതായ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് നമുക്ക് ഈ ആഴ്ച കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റോക്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ 4 സ്റ്റോക്സുകൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിലെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സാണ്. നമ്മൾ സ്റ്റോക്ക് എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ അനാലിസിൽ എഡ്ജ് റിപ്പോർട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ എല്ലാ ആഴ്ചയും നമുക്ക് ഇതുപോലെ റിപ്പോർട്ട്സ് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആഴ്ച 4 സ്റ്റോക്സാണ്. ചെമ്പൽ, PT എഞ്ചിനീയറിംഗ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ സിങ്ക്. അപ്പോൾ ഈ 4 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ ചെമ്പൽ ഫെർട്ടിലൈസർ പറയുന്നത് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് കൺഫേം ആവും. അതായത് ഇപ്പോൾ ഈ സ്റ്റോക്സ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 543 ലെവലിൽ മുകളിൽ ട്രേഡ് അടക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോക്സ് ടാർഗറ്റായിട്ട് 768 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ 473 സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 3.2 ആണ്. ഓക്കെ, അതായത് 70 പോയിൻ്റാണ് നമുക്ക് റിസ്ക് വരുന്നത്. 225 പോയിൻ്റാണ് ഇപ്പോൾ ടാർഗറ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ചെമ്പൽ ഫെർട്ടിലൈസർ,
പിന്നെ രണ്ടാമത്തെ സ്റ്റോക്സ് PT എഞ്ചിനീയറിംഗ് ആണ്. PT എഞ്ചിനീയറിംഗ് പറയുന്നത് ഈ ഒരു സ്റ്റോക്സ് ബുള്ളിഷ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് സപ്പോർട്ട് ലെവലിൽ നിന്ന് കേട്ടോ. ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ബുള്ളിഷ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1330 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സ് ഇപ്പോൾ നിൽക്കുന്നത് 1322 ലെവലാണ്. അപ്പോൾ 1330 ലെവലാണ് ആ ഒരു ബ്രേക്കൗട്ട് ലെവൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്സിൻ്റെ ടാർഗറ്റായിട്ട് അവർ പറയുന്നത് 1633 ലെവലാണ് ടാർഗറ്റ് പറയുന്നത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1238 ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്. ഇതും റിസ്ക് റിവാർഡ് 3.29 ആണ്. അതായത് 92 പോയിൻ്റാണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ റിസ്ക് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 303 പോയിൻ്റാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. PT എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഇനി അടുത്ത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസും ബുള്ളിഷ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് സപ്പോർട്ട് ലെവലിൽ നിന്ന്. അതുപോലെ RSIയും സപ്പോർട്ടീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 515 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്പ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ 497 ലെവലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സ് നമ്മൾ ആ ഒരു 515 ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണുന്നത് 657 ലെവലാണ്. അതുപോലെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് 453 ലെവലാണ് സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രേഡിലെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 2.29 ആണ്. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 62 പോയിൻ്റാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 142 പോയിൻ്റാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് ബുള്ളിഷ് റിവേഴ്സിലാണ് പറയുന്നത്. അതായത് ഫിബൊനാച്ചി ലെവലിൻ്റെ 0.618 ലെവലിൽ നിന്ന് നല്ല രീതിയിൽ റിവേഴ്സ് വരുന്നുണ്ട്. അതുപോലെ RSIയും സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് 546 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 523.10 നിലവിൽ നിൽക്കുന്ന റേറ്റ്. ഓക്കെ, അപ്പോൾ അത് 546 ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ, അതായത് 546 ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണുന്നത് 680 ലെവലാണ് ടാർഗറ്റായിട്ട് കാണുന്നത്. അതുപോലെ ഈ സ്റ്റോക്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് 475 ലെവലിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് റിവാർഡ് പറയുന്നത് 1.89 ആണ്. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 71 പോയിൻ്റ് ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 134 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനാലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇവരിങ്ങനെ സ്റ്റോക്ക് എഡ്ജിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് എഡ്ജിലെ ഒരു പ്രീമിയം ഫീച്ചറിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് എഡ്ജിലെ പ്രീമിയം ഫീച്ചേഴ്സ് 1 മന്ത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ സ്റ്റോക്ക് എഡ്ജിൽ രജിസ്റ്റർ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മന്ത് നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട്, അതായത് പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.